നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് 64 ലക്ഷത്തോളം വരുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട മാസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ സുപ്രധാനമായ ഒരു വാർത്ത അറിയിപ്പാണ് ഈ ഒരു വീഡിയോ ഭാഗത്തൂടെ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പോകുന്നത്. എല്ലാ ആളുകളും വീഡിയോ പൂർണ്ണമായും കാണുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള എല്ലാ വിവരങ്ങളും ആദ്യമേ തന്നെ അറിയുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കേണ്ടതാണ്. നമ്മുടെ സംസ്ഥാന സർക്കാർ ഓരോ വർഷവും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വേണ്ടി ഓരോ നിർദ്ദേശങ്ങൾ നൽകുമ്പോഴും ആ രേഖകളൊക്കെ കൃത്യമായി നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ അതല്ലാന്നുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാസ്റ്ററിംഗ് ആയിട്ടോ നമ്മൾ കൃത്യമായി ചെയ്യാറുണ്ട്. നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ തുകയ്ക്ക് അർഹതയുള്ള ആളുകളും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളും ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരുടെ ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് കൃത്യമായി പൂർത്തിയാക്കേണ്ടതാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. 2023 ഓഗസ്റ്റ് മാസം 30 വരെയായിരുന്നു സംസ്ഥാന സർക്കാർ നമുക്ക് ഇതിനു വേണ്ടി മാസ്റ്ററിംഗ് ചെയ്യുവാൻ വേണ്ടിയുള്ള കാലാവധി അനുവദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു സമയപരിധിക്കകം ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കഴിയാത്ത ആളുകൾക്ക് പിന്നീട് എല്ലാ മാസവും 1 മുതൽ 20 ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്യാനുള്ള അവസരങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ കൃത്യമായി ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടും നമ്മുടെ കഴിഞ്ഞ 2023 ഡിസംബർ മാസത്തിൽ പെൻഷൻ തുക വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തുക ലഭിക്കാത്ത ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ള പരാതികളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടും പെൻഷൻ തുക ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ നിങ്ങളുടെ ആധാർ കാർഡോ അതല്ല എന്നുണ്ടെങ്കിൽ പെൻഷൻ ഐഡിയോ എടുത്തുകൊണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് പെൻഷൻ ലഭിക്കാത്തത് എന്നുള്ള കാര്യം അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് പരിശോധിക്കേണ്ടതാണ്. ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും കഴിഞ്ഞ മാസങ്ങളിൽ ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് ചെയ്തിട്ടും തുക ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു മാസം തുക വിതരണം ചെയ്യുമ്പോൾ മുമ്പ് ലഭിക്കുവാൻ ബാക്കിയുള്ള തുക കൂടി വിതരണം ചെയ്യുമെന്ന കാര്യവും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാവിധ വാർത്തകളും തത്സമയം അറിയുന്നതിന് ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. പുതിയൊരു വാർത്തയുമായി